ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ചിന്തകളിലും ആഴത്തിലുമുള്ള സ്വാധീനം ചെലുത്തുന്നത് പലപ്പോഴും മാതാപിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയിരിക്കും. അത്തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ പിതാവിനെ പോലെ, ഗുരുവിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് RSS നേതാവ് ലക്ഷ്മണ റാവു ഇനംദാർ. മോദിയുടെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ യാത്രയും രൂപപ്പെടുത്തിയ ആഴമേറിയ ബന്ധത്തിന്റെ കഥ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു വികാരമായി നിറയും. കാരണം ഇത് വെറുമൊരു രാഷ്ട്രീയ ചരിത്രമല്ല, മറിച്ച് ഒരു ഗുരുവിനോട് ശിഷ്യനുണ്ടാകുന്ന അഗാധമായ സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും കഥ കൂടിയാണ്. ലക്ഷ്മണ റാവു ഇനംദാൽ എന്ന വക്കീൽ സാഹിബ് 1917 സെപ്റ്റംബർ 19 മഹാരാഷ്ട്രയിലെ ഘട്ടവ് എന്ന ഗ്രാമത്തിൽ ജനിച്ച് ലക്ഷ്മണ റാവു ഇനംദാർ 25-ാം വയസ്സിൽ RSS പ്രചാരകനായി ഗുജറാത്തിലെത്തി. പിന്നീട് ഗുജറാത്തിനെ തന്റെ പ്രവർത്തന ഭൂമിയാക്കി മാറ്റിയ അദ്ദേഹം ആയിരക്കണക്കിന് യുവാക്കളെ RSSലേക്ക് ആകർഷിച്ചു. ചിമൻ ഭായി ശുക്ല, അരവിന്ദ് ഭായ് മണിയാർ, കേശുഭായ് പട്ടേൽ, നരേന്ദ്രമോദി എന്നിവരടക്കം നിരവധി പേർക്ക് അദ്ദേഹം മാർഗദർശിയായി. വക്കീൽ സാഹിബ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ഇനംദാർ സഹകരണ മേഖലയിൽ നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും നിറഞ്ഞ ഈ മേഖലയെ മാറ്റിയെടുക്കാൻ അദ്ദേഹം ആളുകൾക്ക് പ്രചോദനമായി എന്ന് വേണം പറയാൻ. ഒരു സാധാരണ കുട്ടിയായിരുന്ന നരേന്ദ്രമോദിയുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മണ റാവു ഇനംദാർ വരുന്നത് അദ്ദേഹത്തിന്റെ ഗ്രാമമായ വട്നഗറിൽ വെച്ചാണ്. 1960കളുടെ തുടക്കത്തിൽ അവർ തമ്മിൽ നടന്ന ആദ്യ കൂടിക്കാഴ്ച തന്നെ മോദിയെ വല്ലാതെ ആകർഷിച്ചു. പിന്നീട് ആ ഒരു ഓർമ്മ പങ്കുവെച്ചപ്പോൾ മോദി പറഞ്ഞത് അദ്ദേഹം എൻ്റെ മനസ്സിൽ ഒരു വികാരമുണർത്തി എന്നാണ്. പിന്നീട് കുടുംബജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മോദി അഹമ്മദാബാദിലെ RSS ആസ്ഥാനമായി ഹെഡ്ഗോവർ ഭവനിൽ ഇനാംദാറിനൊപ്പം താമസമാക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി. 1972 ഇനാംദാർ മോദിയെ ഔദ്യോഗികമായി RSSൽ ഉൾപ്പെടുത്തുകയും കൂടുതൽ പഠനത്തിനായി ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. തുടർന്ന് അടിയന്തരാവസ്ഥ കാലത്തെ നിർണായക ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ RSSനെ നിരോധിക്കുകയും വിമർശകരെ നിശബ്ദരാക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇനംദാർ മോദിയെ ഡൽഹിയിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും സന്ദേശങ്ങൾ കൈമാറുവാനും ചുമതലപ്പെടുത്തി. അക്കാലത്ത് ജോർജ് ഫെർണാണ്ടസിനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനുള്ള ചുമതലയും മോദിക്ക് നൽകിയത് ഇനംദാർ ആണ്. ഈ ദൗത്യങ്ങൾക്കായി മോദി ഒരു സിഖ് വേഷത്തിൽ തലപ്പാവ് ധരിച്ച് യാത്ര ചെയ്തു. ലക്ഷ്മണ റാവു ഇനംദാർ നരേന്ദ്രമോദിക്ക് ഒരു വഴികാട്ടി മാത്രമായിരുന്നില്ല, ഒരു ഉപദേശകനും രാഷ്ട്രീയ പിതാവും കൂടിയായിരുന്നു. മോദിയുടെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനം വളരെ വലുത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ മഹത്വം മറ്റൊരാളുടെ ആത്മവിശ്വാസത്തെയും സേവന മനോഭാവത്തെയും എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇതിനെ കണക്കാക്കാം.